സാർ, കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ ബിടെക് പഠിച്ചിറങ്ങിയ ഷീബ എന്ന് പറഞ്ഞ കുട്ടി 25,000 രൂപയ്ക്ക് ബിമ്മ് കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ അവിടെ തന്നെ ബിമ്മ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതും 7,000 രൂപയ്ക്കാണ്. എന്തുകൊണ്ടാണ് സാർ സാലറി ഇത്ര കുറഞ്ഞു പോയത്? അതിന് പറഞ്ഞതിൽ തന്നെ ആൻസർ ഉണ്ടല്ലോ. കാരണം ഇനി അടുത്ത് വരാൻ പോകുന്ന ബിടെക്കുകാരെ പഠിപ്പിക്കുന്നത് ഈ കുട്ടിയാണല്ലോ, ബിം പഠിപ്പിക്കുന്നത്. ഇതിനെ സാലറി 7,000 ഉള്ളൂ. അപ്പോൾ അടുത്ത് പഠിപ്പിക്കുന്ന ആൾക്കും 5,000 കാണത്തും. അതായത് നിന്നെ ആര് പഠിപ്പിക്കുന്നോ അതേ കണക്ക് നിനക്ക് ആക്കാൻ പറ്റും. ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു സ്കില്ലുള്ളവനായിരിക്കണം പഠിപ്പിക്കേണ്ടത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമുക്ക് 3D പഠിപ്പിക്കുന്നു, അവൻ ആ 3D വരച്ചു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്റീരിയർ വരച്ചു കൊടുത്തുകൊണ്ട് ക്യാഷ് വാങ്ങുന്നവനായിരിക്കണം. അതുപോലെ ഓട്ടോക്കാർഡ് പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവന് പെർമിറ്റ് പ്ലാൻ വരച്ചു കൊടുക്കാനും കേസ് മാർട്ട് അതുപോലുള്ള കാര്യങ്ങൾ അറിയാവുന്നവരായിരിക്കണം പഠിപ്പിക്കേണ്ടത്. ഇപ്പം ഇവിടെ ബിമ്മ് പഠിപ്പിച്ചതും ഇതുപോലെ ഒരാളായിരിക്കാം. എന്നാൽ എനിക്ക് പുതിയ ആയിട്ട് വരാൻ പോകുന്ന കുട്ടികൾക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ അന്വേഷിക്കുക, ഈ ബിം പഠിപ്പിക്കുന്ന ആൾക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ, അയാളുടെ സ്കില്ല് എന്താണ്, അയാൾ വിദേശ രാജ്യങ്ങളിലേക്ക് വർക്കുകൾ എടുത്ത് ചെയ്യുന്നുണ്ടോ, അയാൾക്ക് ഈ ലക്ഷങ്ങൾ സാലറി കിട്ടുന്നുണ്ടോ. അല്ലാതെ നിങ്ങൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ഷീബമാരെ പോലെ അടുത്തൊരു 7,000 രൂപയ്ക്ക് വർക്ക് ചെയ്യുന്ന ഷീബമാരും ആവും നിങ്ങളുടെ വീട്ടുകാർ കഷ്ടപ്പെടുത്തുണ്ടാക്കിയ ഈ പറയുന്ന ക്യാഷ് വെറുതെ.